നമസ്കാരം. സിനിമാ ലോകം ഏറെ ആകാംക്ഷയോടെ കാത്തിരുന്ന ബിഗ് ബജറ്റ് പാൻ ഇന്ത്യൻ സിനിമ രാമായണയുടെ ടീസറാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയ അടക്കി ഭരിക്കുന്നത്. രൺബീർ കപൂർ, സായി പല്ലവി, യാഷ്, സണ്ണി ഡിയോൺ, രവി ദുബൈ എന്നിവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിക്കുന്ന ഈ ചിത്രം നിതേഷ് തിവാരിയാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. ആമുഖം എന്ന പേരിലെത്തിയിരിക്കുന്ന ദൃശ്യങ്ങൾക്ക് മികച്ച പ്രതികരണമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ 9 നഗരങ്ങളിലാണ് രാമായണത്തിന്റെ ആദ്യ ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചത്. കൂടാതെ ന്യൂയോർക്കിലെ ടൈംസ് സ്ക്വയറിലും ദൃശ്യങ്ങൾ പ്രദർശിപ്പിച്ചു. രാമനായി രൺബീർ കപൂറും രാവണനായി യശും എത്തുന്നു. ഇരുവരുടെയും ചില രംഗങ്ങളും പുറത്തുവന്ന വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സായി പല്ലവിയാണ് സീതയാകുന്നത്. ലക്ഷ്മണനായി രവി ദുബെയും ഹനുമാനായി സണ്ണി ഡിയോളും വേഷമിടുന്നുണ്ട്. പ്രശസ്ത ഹോളിവുഡ് സംഗീതജ്ഞൻ ഹാൻസ് സിമ്മറും AR റഹ്മാനും ചേർന്നാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. നബിദ് മൽഹോത്ര നിർമ്മിക്കുന്ന ചിത്രത്തിന്റെ സഹനിർമ്മാതാവ് യശാണ്. 8 തവണ ഓസ്കാർ നേടിയ ഡെനെഗ് ആണ് രാമായണത്തിന്റെ VFX കൈകാര്യം ചെയ്യുന്നത്. ചിത്രത്തിന്റെ ആദ്യ ഭാഗം അടുത്ത വർഷം ദീപാവലിക്ക് റിലീസ് ചെയ്യും. 2027 ദീപാവലിക്ക് ശേഷമായിരിക്കും രണ്ടാം ഭാഗം തിയേറ്ററുകളിൽ എത്തുക. നിരവധി പേരാണ് രാമായണം സിനിമയുടെ ആദ്യ ദൃശ്യങ്ങളെ അഭിനന്ദിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. ഒരു മെഗാ ബ്ലോക്ക് ബസ്റ്റർ എന്നാൽ ഇങ്ങനെയുണ്ടാകുമെന്നാണ് ഞാൻ കരുതുന്നത് എന്ന് കരൺ ജോഹർ പറഞ്ഞു. ചില കാര്യങ്ങൾ പ്രകടിപ്പിക്കാൻ വാക്കുകൾ ആവശ്യമില്ലെന്നാണ് ആലിയ ഭട്ട് പ്രതികരിച്ചത്. മറക്കാൻ പറ്റാത്ത ചിലതിന്റെയെല്ലാം തുടക്കമാണിതെന്നാണ് തോന്നുന്നതെന്നും അവർ പറയുന്നു. അതേസമയം 2 ഭാഗങ്ങളായാണ് ചിത്രത്തിന്റെ റിലീസ്. ആദ്യ ഭാഗത്തിൽ അതിഥി വേഷത്തിലാകും യശ് എത്തുക. രണ്ടാം ഭാഗത്തിലാകും രാവണ യുദ്ധം. ഗൈ നോറിസ് ആണ് സ്റ്റണ്ട് ഡയറക്ടർ. നബിദ് മൽഹോത്രയുടെ പ്രൈം ഫോക്കസ് സ്റ്റുഡിയോയും യാഷിന്റെ മോൺസ്റ്റർ മൈൻഡ് ക്രിയേഷൻസും ചേർന്നാണ് ചിത്രം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ ചലച്ചിത്ര നിർമ്മാണത്തിലെ തന്നെ ഒരു നാഴികക്കല്ലായിരിക്കും രാമായണമെന്ന് ചിത്രത്തിന്റെ പ്രാരംഭ ഷൂട്ടിംഗ് റിപ്പോർട്ടുകളിൽ നിന്ന് വ്യക്തമാണ്. മികച്ച ടെക്നീഷ്യൻസ്, ലോകോത്തര VFX ടീം, ഗംഭീര സെറ്റുകൾ എന്നിവയെല്ലാം കൊണ്ട് സമ്പൂർണമാണ് ഈ ചിത്രം. രാമായണ ഭാഗം 1 60 മുതൽ 70 ദിവസം വരെ ചിത്രീകരിക്കും.